ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ ഒരു 2 ആഴ്ചക്ക് കൂടുമ്പോഴാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം വൃത്തികേടാവും. അപ്പോൾ പിന്നെ ഇന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു 8:30 ആയി കേട്ടോ. വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ രാത്രി തല കുളിച്ചിട്ട് മുടി ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട്, എന്ത് കട്ടാന്ന് മാത്രം ചോദിക്കരുത്, എന്തോ ഒരു ഹെയർ കട്ട്. എൻ്റെ മുടിയിൽ പിന്നെ എന്ത് ചെയ്താലും അറിയില്ല കേട്ടോ, ഇങ്ങനത്തെ ഒരു മുടി ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിലത്തൊക്കെ നിന്നിട്ട് കയറി പോയപ്പോൾ ഉണ്ട് ഒരാൾ, ഇതേ പണിക്ക് പോയ ആൾ തിരിച്ച് കയറി വന്നേക്കുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പണിയില്ല എന്ന് പറഞ്ഞു. പാവ രാവിലെ എഴുന്നേറ്റ് കൊടുത്ത് പോയതാട്ടോ. അവിടെ ചെന്നപ്പോഴാണ് പണിയില്ലയെന്ന് അറിഞ്ഞത്. ചേട്ടായി ഞാൻ നല്ല ഉറക്കപ്രാന്തുള്ളവരാണ്. ഞങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാട്ടോ. ഞങ്ങൾ രണ്ടാളും വീട്ടിലിരിക്കുന്ന ദിവസം ഞങ്ങളൊരു 10 മണിയാവാതെ എഴുന്നേക്കത്തേ ഇല്ല. അതെന്തായാലും നന്നായി. രാവിലെ എഴുന്നേറ്റുകൊണ്ട് പിന്നെ പണിയെടുക്കാനും നല്ല മൂടായിരുന്നു. ഞാനിന്ന് ഒറ്റയ്ക്ക് ഫുൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാം അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ചേട്ടായിനെയും കമ്പനി കിട്ടിയത്. അപ്പോൾ പിന്നെ രണ്ടാളും കൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും ഞാനിത് ചെയ്യാറുണ്ട്. പിന്നെ ചില ദിവസം ഇങ്ങനെ മടിയൊക്കെ വരുമ്പോൾ ചെയ്യാതിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം. ഞാൻ കൂടുതലും ഫുൾ ബോഡി ഫ്ലെക്സിബിലിറ്റി എക്സസൈസുകൾ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ റോബർട്ടാസ് ജിം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടോ ചെയ്യുന്നത്. ഭയങ്കര പാടുള്ള ഒന്നും ചെയ്യാറില്ല, എല്ലാം സിമ്പിളായിട്ടുള്ളതാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി ആണല്ലോ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നല്ല പാടാണ്. ഞാൻ ചിലപ്പോൾ വേദനയൊക്കെ എടുത്തിരുന്നിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തുടങ്ങിയ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേഗം ഫ്ലെക്സിബിലിറ്റി ആവും കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ 24 വയസ്സായി. എൻ്റെ എല്ലൊക്കെ നന്നായിട്ട് മൂത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്. ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ മാത്രമല്ല നമ്മുടെ മസിൽസിനൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടാവും. എനിക്കിങ്ങനെ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. എന്നാലും ഇത് നേടിയെടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാനിപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കിപ്പം വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ലും ചേട്ടൻ നല്ല സപ്പോർട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് നെഗറ്റീവുകൾ വന്നാൽ പോലും ആളത് എൻ്റെ അടുത്ത് പറയും, നീ എന്തിനാ ബാക്കിയുള്ളവർ പറഞ്ഞ് കേൾക്കണം, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു. അത് തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടായാണെങ്കിൽ രാവിലെ കാപ്പിക്ക് കഴിച്ച അപ്പമാണ് കേട്ടോ. അപ്പവും കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 മതി, അതുകൊണ്ട് അധികം അങ്ങനെ രാവിലെ കഴിക്കാറില്ല. അപ്പോൾ കുഞ്ഞിന് ഒരെണ്ണം കൊടുത്തു. ആളുടെ ചേട്ടൻ്റെ അടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ആളാദ്യം ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ചിടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മതിയായിട്ടും തിന്നാൻ പറ്റണമല്ലോ, അപ്പോൾ അല്ലേ. അപ്പോൾ പിന്നെ അവൻ മാളുവിനും സിധുവിനും കൊടുത്തു. അപ്പോൾ ചേട്ടായി രാവിലെ 2 വാങ്ങിച്ചാട്ടോ. അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചതാണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ചേട്ടായി അപ്പം കൊണ്ടുവന്നുകൊണ്ട് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ പിള്ളേരൊക്കെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാട്ടോ. ഞങ്ങളാണ് ശരിക്കും ലേറ്റ്. ഞങ്ങളെല്ലാം ഇങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ ലേറ്റ് ആട്ടോ. ഞങ്ങൾ രാത്രി ഉണർന്നിരിക്കുന്ന പുരുഷന്മാരാണ്. രാവിലെ ഞങ്ങൾ രണ്ടാളും നല്ല ഉറക്കം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ഒരു എഴുന്നേൽക്കുന്നതാണെങ്കിൽ ലേറ്റ് ആയിരിക്കും, അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ ലേറ്റ് ആയിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള ഫസ്റ്റ് പരിപാടി കാറ് കഴുകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 3-4 ദിവസമായിട്ട് ഷെഡിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ചേട്ടാ വൈകുന്നേരം വന്ന് ഒന്ന് ഓണാക്കി കൊടുക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം വേനലായതുകൊണ്ട് ഭയങ്കര പൊടിയും ഉണ്ട്. കുട്ടികളാണെങ്കിലും മണ്ണ് വെച്ച് ഷെഡിലിരുന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടിയും എല്ലാം കൂടി ഷെഡിൽ മണ്ണും ഉണ്ടായിരുന്നു, കാറിൽ നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ ഭയങ്കര വെയിലല്ലേ, അപ്പോൾ ഈ ഷെഡിലിരുന്നാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പൊടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുൾ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളുള്ളപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്ലീനിങ് എപ്പോഴും വേണ്ടി വരും. നേരത്തെ ഞങ്ങൾ രണ്ടിലുള്ളപ്പോൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ തുടച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഡെയിലി നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിടണം. ശരിക്കും നമ്മുടെ വീടാണെങ്കിൽ പോലും നമുക്കൊന്ന് കണ്ണടയ്ക്കാം. പക്ഷേ നമ്മൾ വാടക വീടാകുമ്പം ഞാൻ എന്നും അതുകൊണ്ട് വൃത്തിയാക്കും കേട്ടോ. കാരണം വാടകയ്ക്ക് നിൽക്കുമ്പോൾ അവരൊരു ദിവസം വന്നാൽ പോലും ഇതെന്താ ഇങ്ങനെ ഇട്ടേക്കണേന്ന് അവർക്ക് തോന്നരുതല്ലോ. അതുകൊണ്ട് തന്നെ മാക്സിമം എപ്പോഴും ഞാനിങ്ങനെ ക്ലീനിങ്ങും പരിപാടിയായിട്ട് നടക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷെഡിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചവിട്ടികളൊക്കെ ആണെങ്കിലും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കഴുകി അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ടിലായിട്ടും സൈഡിലായിട്ടും ഓരോ ചവിട്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചവിട്ടി എപ്പോഴും ഇടാറില്ല കേട്ടോ. കുഞ്ഞ് ചവിട്ടിയിൽ കയറി ഇടയ്ക്ക് തെന്നുന്നുണ്ട്. ഫ്രണ്ടിൽ ആ ഒരു ടൈലിൽ ചവിട്ടി ഇങ്ങനെ തെന്നിപ്പോവും. അവനിങ്ങനെ പെട്ടെന്ന് ഓടുന്നതാണ്. അപ്പോൾ കുഞ്ഞല്ലേ, അവനങ്ങനെ ശ്രദ്ധിക്കാതെ ഓടുന്നതുകൊണ്ട് ചവിട്ടി കയറി തെന്നുന്നതുകൊണ്ട് ചവിട്ടി ഇപ്പോൾ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ രാവിലെ ഒന്നില്ല വൈകിട്ട് എങ്ങാണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടേ. അപ്പം അതും അങ്ങ് കഴുകിയിടും ഞാൻ. ഭയങ്കര പൊടിയാട്ടോ. ചവിട്ടി ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, അകത്തേക്ക് നന്നായിട്ട് പൊടി കയറുന്നുണ്ട്. പിന്നെ ചവിട്ടി ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി അധികമായിട്ട് കയറുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ചേട്ടായി കാറ് സോപ്പ് വെച്ചിട്ട് തുടയ്ക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ നിന്ന് കഴുകി വിടുന്നുണ്ട് കേട്ടോ.
എൻ്റെ അടുത്ത് സോപ്പ് വെച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടി കേട്ടോ. ഞാൻ ഈ ദിവസം കൊണ്ട് ഇങ്ങനെ നടക്കും. പിന്നെ ഞാൻ പറയും ഞാൻ കഴുകാം ചേട്ടാ തുടച്ചോന്ന് പറയും. അപ്പോൾ ആളതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടച്ച് വരുമ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ കഴുകി വരും. എനിക്ക് ദിവസം കൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാനും ഈ ദിവസം കൊണ്ട് ഇങ്ങനെ ചീറ്റിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടി ഏകദേശം കഴുകി തീർന്നു. പിന്നെ അതിൻ്റെ ആ ഒരു താഴെ ഇടുന്ന ആ ഒരു മാറ്റൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതും കഴുകി ഉണക്കാനായിട്ട് സൈഡിലിടുന്നുണ്ട്. ഉണക്കാനായിട്ട് സൈഡിലിടേണ്ട കാര്യമൊന്നുമില്ല, ഭയങ്കര വെയിലാണ്. ഷെഡിലിടുന്ന തുണി വരെ പിറ്റേ ദിവസം പപ്പടം പോലെ കിടക്കും കേട്ടോ. ഭയങ്കര ചൂടുണ്ടാവുമല്ലോ ആ ഒരു ഷീറ്റ് ആയതുകൊണ്ട്. അപ്പം വണ്ടി കഴിഞ്ഞ് വണ്ടി പുറകോട്ടെടുത്ത് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഷെഡ് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിദ്ധുവിനോടും കുഞ്ഞിനോടും ഫ്രണ്ടിൽ നിന്നുള്ള ചെരുപ്പൊക്കെ എടുത്ത് സൈഡിലിടാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കും. ഫ്രണ്ടിൽ ചെരുപ്പിടരുതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴും പുറത്ത് പോയിട്ട് വരുമ്പോഴും എപ്പോഴും കൊണ്ട് ഫ്രണ്ടിലിടും. പിന്നെയും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സൈഡിലായിട്ട് നമ്മൾ ചെരുപ്പിനുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ പതുക്കെ ഓരോന്ന് പഠിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരെ ഇങ്ങനെ ഇടയ്ക്ക് കൂട്ടും. ഇടയ്ക്ക് വിളിച്ചിട്ട് അവരെടുത്ത് ആ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അവരിങ്ങനെ കുറച്ചത് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ താനെ ചെയ്തോളുമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഷെഡിൽ കുറച്ച് സോപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് ചെളിയായിട്ട് പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. കാറിങ്ങനെ കൊണ്ട് ഇടുന്ന സമയത്തും കുറച്ച് ചെളി പറ്റും ആ ഒരു ടയറിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ അല്ലാതെ പിള്ളേർ ചെളിയൊക്കെ വെച്ച് കളിക്കുമ്പോൾ അവിടെ ആയിട്ട് പറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇളകണമെങ്കിൽ കുറച്ച് സോപ്പ് വെള്ളം ഒഴിക്കണം. അതുകൊണ്ട് ഫുള്ളൊന്ന് സോപ്പ് വെള്ളം തെളിച്ചിട്ടു. പിന്നെ ജനൽ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും വിചാരിച്ചത്ര ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നില്ല കേട്ടോ. രാവിലെ ഈ ഒരു വണ്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ സമയം എടുത്തു. പിന്നെ ഞാൻ ജനൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ജനൽ ഞാനിങ്ങനെ കുറച്ച് സോപ്പ് വെള്ളം വെച്ച് തുടയ്ക്കുകയാണ് ചെയ്തത്. എനിക്ക് തടി ആയതുകൊണ്ട് എനിക്കത് കഴുകാൻ പറ്റുമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ സോപ്പ് വെള്ളം വെച്ച് തുടച്ചിട്ട് അങ്ങനെ അങ്ങ് തുടച്ചെടുത്തു. പിന്നെ ഈ ഒരു സൈഡും ആ ഒരു മീൻകുളത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. എനിക്ക് പിന്നെ ഈ വെള്ളത്തിൻ്റെ ഓസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഡൻസി ആയിട്ട് കാണുന്നിടത്തൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ നിറയെ പായലുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഈ സാധനം കുറേ നാളായിട്ട് വലുതാവാതിരിക്കുമായിരുന്നു. ഇപ്പം ഇതിനകത്ത് ഗപ്പിയൊന്നുമില്ല. ആകെ അവിടെ ഒരു മുട്ട മീനേ ഉള്ളൂ കേട്ടോ. അതെന്ത് മീനാണെന്ന് അറിയില്ല. തോട്ടിൽ പപ്പ വല ഇട്ടപ്പം വലയ്ക്കകത്ത് കുടുങ്ങിയതാണ്. അപ്പം അതിന് ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പ ഇവിടെ കൊണ്ടുവന്ന് ബക്കറ്റിലിട്ടിട്ട് അതിങ്ങനെ നമ്മുടെ കയ്യിൽ വന്ന് ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല ഇണക്കമുള്ളത് കണ്ടിട്ട് ചേട്ടായിയും പപ്പായും കൂടെ അതിനെ ആ ഒരു മീൻ തൊട്ടിക്കകത്ത് ഇട്ടു. ഇപ്പോഴും അതിങ്ങനെ ആ മീൻ തൊട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ ഫുള്ള് കുറച്ച് ചെളിയും സംഭവമൊക്കെ ഉണ്ട്. ഇനി മീൻ തൊട്ടി ഒരു ദിവസം സമയം എടുത്ത് വേണം ക്ലീൻ ആക്കാൻ. എല്ലാം കൂടി നടക്കില്ല കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ ഷെഡ് ഫുള്ള് കഴുകി ഉരച്ച് വൃത്തിയാക്കി അത് കണ്ണാടി പോലെ തിളങ്ങുന്ന വരെ ഞാൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എന്തെങ്കിലും പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് തീരണവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടായി വിളിച്ചോണ്ട് വന്നു. പിന്നെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം അടുത്ത പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായി പാത്രം കഴിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഉച്ചക്കത്തേക്ക് മീൻ പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാമ്പാറുണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പം ഉണക്കമീനും കൂടെ പൊരിച്ച് സാമ്പാറും ഉണക്കമീനും കൂടി കോംബോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി വെച്ചത് സാമ്പാറായതുകൊണ്ട് പിന്നെ അത് കേടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇന്ന് വേറെ കറിയൊന്നും വെക്കേണ്ടി വന്നില്ല. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേസ്റ്റ് കളയാനായിട്ട് പറമ്പിൽ പോകുന്നുണ്ട്. നമ്മുടെ താഴത്തെ ആ ഒരു പറമ്പാട്ടോ, നമ്മുടെ വീടിനോട് തന്നെ ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനകത്തൊരു കുഴിയുണ്ട്. അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നൊരു കുഴിയാട്ടോ. അപ്പോൾ അതിലാണ് ഞങ്ങൾ ഈ ഒരു ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നത്. ഇതിന് വെള്ളം വേറെ കുഴിയിലേക്കാട്ടോ പോകുന്നത്. അത് ഓസ് വെച്ച് ഇപ്പുറത്ത് വേറൊരു കുഴിയിലേക്ക് വിടുന്നുണ്ട്. അങ്ങനെ ഫുഡ് അപ്പുറത്തും കൊണ്ട് കളയും. അപ്പോൾ വേസ്റ്റ് കളഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഉണക്കമീൻ പൊരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം അതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇൻഡക്ഷനിലാണ് ഇപ്പോൾ ഫുൾ കുക്കിംഗ്. അപ്പോൾ ഗ്യാസ് എടുക്കാത്തത് എന്താണെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. ഗ്യാസ് ഭയങ്കര കുഞ്ഞു കുറ്റിയാണ് കേട്ടോ നമുക്കുള്ളത്. അത് നമ്മൾ ഒരു ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു യോജന വഴി കിട്ടിയ സാധനമാണ്. ഞങ്ങളത് എക്സ്ചേഞ്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് അവർ ഞങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തന്നില്ല വലിയ കുറ്റി. അപ്പോൾ ഈ ഒരു കുഞ്ഞു കുറ്റി നിറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് മേലുകാവുമറ്റം വരെ പോകണം. കുറച്ചധികം ദൂരമാണ് കേട്ടോ. പിന്നെ അവരെ ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം അല്ലാതെ നമ്മൾ ഈ സാധനം കിട്ടണമെങ്കിൽ അവിടം വരെ പോയി വേണം എടുക്കാൻ. അപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വലിയ കുറ്റി എങ്ങനെയെങ്കിലും സെറ്റാക്കാമെന്ന്. കാരണം വലിയ കുറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കുറച്ചും കൂടി എളുപ്പമല്ലേ. ആദ്യം ഞങ്ങൾ 3 ആളും ഉണ്ടായിരുന്നപ്പോഴോ 4 ആളും ഉണ്ടായിരുന്നപ്പോഴോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ചേച്ചിയും പിള്ളേരും എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തീർന്നു പോകും. വാങ്ങി ഒരു മാസം പോലും നിൽക്കത്തില്ല കേട്ടോ. 10-20 ദിവസം തന്നെ തീരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഗ്യാസ് എടുക്കാത്തത്. അപ്പോൾ 10 പൈസ പോലും ഇല്ല, ഗ്യാസ് എടുക്കാൻ പൈസ ഇല്ല, അങ്ങനെ എന്തൊരു ഞാൻ കമൻറ്റ് വായിച്ചു കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പം ഇൻഡക്ഷൻ സത്യം പറയാൻ എനിക്ക്
എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ഇൻഡക്ഷൻ അങ്ങനെ വലിയ കറണ്ട് ബില്ലൊന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ട്, ഒരേ സമയം നമുക്ക് 2 സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. പക്ഷേ അല്ലാതെ എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ട് ഒന്നും തോന്നിയിട്ടില്ല. അതിനുള്ള എല്ലാ പാത്രങ്ങളും തന്നെ കയ്യിലുള്ളതുകൊണ്ട് ആകെപ്പാടെ കുക്കർ മാത്രമില്ല. അപ്പം ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്ന ഒരു കുക്കറും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ വേറെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാമല്ലോ. ഗ്യാസ് ആണെങ്കിൽ നമ്മൾ തീർന്നു ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇൻഡക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും കേട്ടോ. ഗ്യാസിൽ കുറേ സമയം എടുക്കുന്ന പോലെയല്ല, ഇൻഡക്ഷനിൽ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗം തിളയ്ക്കും. അതുകൊണ്ട് എനിക്ക് ഇൻഡക്ഷൻ തന്നെ നല്ല ഉപകാരമാണ്. ഞാൻ അങ്ങനെ ഗ്യാസ് എടുക്കാൻ അതുകൊണ്ട് വലിയധികം ഉത്സാഹിക്കാറില്ല. ഞാൻ ഗ്യാസ് കയറുന്നാൽ ശരി ഇൻഡക്ഷൻ ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചങ്ങ് ഇരിക്കും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി പരിപാടി തുടങ്ങിയത്. അപ്പോൾ കിച്ചണൊക്കെ ഇന്ന് തുടയ്ക്കണം. എല്ലാ ദിവസവും ഞാനിങ്ങനെ കിച്ചൺ തുടയ്ക്കാറില്ല കേട്ടോ. ശരിക്കും ഈ പണികളെല്ലാം ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും സമയം കിട്ടില്ല. അപ്പം ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, അതിനിടയിൽ അല്ലാതെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാ ദിവസവും സമയം കിട്ടത്തില്ല. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിന് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും കേട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും പോസിബിൾ അല്ല. പിന്നെ ചേച്ചിയോ അമ്മ ആരെങ്കിലും ഹാളൊക്കെ തുടച്ചിടും. ഹാള് പിന്നെ ഇപ്പോൾ ഡെയിലി തുടയ്ക്കാറുണ്ട്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ വൃത്തികേടാക്കും. അപ്പോൾ അതുകൊണ്ട് അവരാരെങ്കിലും ഹാള് തുടച്ചിടും. എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസം ഞാനും തുടച്ചിടും. അതുകൊണ്ട് പിന്നെ ഹാളൊന്നും തുടയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. രാവിലെ തന്നെ ഹാള് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ചിലപ്പോൾ തുടച്ചിടും. കാരണം രാത്രി എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈച്ച വന്ന് തുടങ്ങും. അപ്പോൾ രാവിലെ തന്നെ ഹാള് തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നതുകൊണ്ട് അത്യാവശ്യം ചെളി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കിച്ചൺ തുടയ്ക്കാറുള്ളൂ. അതുകൊണ്ട് നല്ല ചെളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1-2 തവണ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായാണെങ്കിൽ തുണി കഴുകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര മടിയാട്ടോ തുണി വിരിച്ചിടാൻ. എനിക്കിങ്ങനെ തുടയ്ക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ തുണി മടക്കി വെക്കുക, തുണി വിരിച്ചിടുക, അതൊക്കെ ഭയങ്കര മടിയാണ്. അതൊക്കെ ചേട്ടായിക്ക് ഇഷ്ടമായിട്ട് ചേട്ടായി പിന്നെ ആ വഴി എതിലേലും നടന്ന് ചെയ്തോളും. ആൾക്കിങ്ങനെ തുടയ്ക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഞങ്ങൾ തമ്മിൽ പിന്നെ എല്ലാത്തിനും ഇത് പറയുക, ആൾക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമുള്ളത് ആൾക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ ഷെയർ ചെയ്യുമ്പം ഇഷ്ടമുള്ളവർ രണ്ടാളും അങ്ങ് ഭാഗിക്കും. അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ചേട്ടായിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ. ഇപ്പം എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ വെള്ളവും സിങ്കും ഒക്കെ കണ്ടു കഴിയുമ്പം എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റേ പൈപ്പില്ലെങ്കിൽ പാത്രം കഴുകാൻ ഭയങ്കര മടിയാട്ടോ. ഇവിടെ സിങ്കും പൈപ്പൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പാത്രം കഴുകൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. അപ്പം അകത്തെ 2 കിച്ചണും ഞാൻ വൃത്തിയാക്കി. ഇനിയിപ്പോൾ പുറത്ത് ഈ ഒരു ഭാഗം ഷെഡ് വൃത്തിയാക്കാനേ ഉള്ളൂ. ഇത് ഞാൻ വന്നിട്ട് എനിക്ക് അധികം വൃത്തിയാക്കാൻ അത്ര സമയം കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അകംഭാഗമൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും നല്ല സമയം പോകും. ചേട്ടാ ഇല്ലാത്ത സമയമാണെങ്കിൽ ഒറ്റയ്ക്ക് വേണ്ട ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഇന്ന് ചേട്ടായി ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് അത്യാവശ്യം സമയം കിട്ടി. അപ്പം ഇവിടം സോപ്പിട്ട് ഉരച്ചങ്ങ് കഴുകി വിടാമെന്ന് വിചാരിച്ചു. ഈ ഭാഗത്തല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈച്ച പിടിക്കും കേട്ടോ. കാരണം ഈ പുറം ഏരിയ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഈച്ച വരും. ഞങ്ങളിങ്ങോട്ട് താമസം വന്ന സമയത്ത് ഇവിടെ ഭയങ്കര ഈച്ചയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നാൾ ഈച്ചക്കണി വെച്ചു. അതിന് ശേഷം പിന്നെ മറ്റേ പുൽത്തൈലം വെച്ച് ഇടയ്ക്ക് തുടയ്ക്കുമായിരുന്നു. ഇപ്പം ഒരു 1 വീക്കായിട്ട് ജസ്റ്റ് അങ്ങനെ തുടയ്ക്കാനുള്ള ടൈം കിട്ടിയില്ല. അല്ലെങ്കിൽ വീക്കിലി വൺസ് ഞാനിതുപോലെ തുടച്ച് വിടുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഭയങ്കര പൊടിയുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചൂല് വെച്ച് അങ്ങ് അടിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. തുടച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും, അത്ര വൃത്തിയാവില്ലല്ലോ. പുറം ഭാഗം ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഈ ഒരു ഭാഗം പിന്നെ ഫുള്ള് അടിച്ച് കഴുകി. ഇങ്ങോട്ടേക്ക് ഓസ് കണക്ഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വേണം ഇവിടെ കഴുകാനായിട്ട്. പിന്നെ ഞാൻ ആ ഭാഗത്തെ ചവിട്ടിയും കഴുകിയിടുന്നുണ്ട്. ഇങ്ങനത്തെ ആ ഒരു ചകിരിയുടെ ചവിട്ടിയാണ് കേട്ടോ. അതിൽ അത്യാവശ്യം നല്ലപോലെ പൊടി ഇങ്ങനെ അതിനകത്ത് പിടിച്ചിരിക്കും. അപ്പോൾ അത് ഞാനൊന്ന് കഴുകിയിടുന്നുണ്ട്. ശരിക്കും അത് രാവിലെ കഴുകിയിടേണ്ടതായിരുന്നു. പിന്നെ രാവിലെ ആ ഷെഡ് കഴുകാൻ വേണ്ടി പോയി കുറേ സമയം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ അത് ഇപ്പം അങ്ങ് കഴുകിയിടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് പുറകുവശത്തേക്ക് അധികം ഇറങ്ങില്ല. അപ്പോൾ പിള്ളേർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കേട്ടോ. ഇവിടെ അടുത്ത് തെടനാടുപള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അപ്പം മെയിൻ പെരുന്നാൾ ഞായറാഴ്ചയാണ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് വെള്ളിയാഴ്ചയാണ്. അപ്പം അന്ന് അവർ പോകാൻ വേണ്ടിയിട്ട് അന്ന് എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രദർശനവും പിന്നെ നാടകവും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. എനിക്ക് നാടകം പണ്ടുതൊട്ടേ ഇഷ്ടമല്ല. ഗാനമേളയ്ക്ക് പോകാം. അപ്പോൾ സൺഡേ ആണ് ഗാനമേള. അപ്പോൾ സൺഡേ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേട്ടായി സൺഡേ പോകാനുള്ള പരിപാടിയാണ്. അപ്പം പിള്ളേരായതുകൊണ്ട് അവർക്ക് നാടകം എന്താണെങ്കിലും എൻജോയ്മെൻ്റ് ആയിരിക്കുമല്ലോ. പിന്നെ എനിക്ക് കുറേ പണിയുണ്ട്. ഈ പണി ഇട്ടിട്ട് എനിക്കിങ്ങനെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മടി പിടിക്കും.
കേട്ടോ, ബാക്കി പണി ചെയ്യത്തേ ഇല്ല. ഇങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തീരെ തോരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മുറ്റടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മുറ്റത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ചു. ഓസിലധികം വെള്ളം വരുന്നുണ്ടായിരുന്നില്ല, മോട്ടർ ഇട്ട സമയത്തായിരുന്നു ഞാൻ വെള്ളം തെളിച്ചത്. പിന്നെ ഒരു വിധത്തിൽ വെള്ളം തെളിച്ച് ഞാൻ അടിക്കാൻ തുടങ്ങി. അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പുല്ലൊക്കെ കരിഞ്ഞ് നിൽക്കുകയാണ്. നേരത്തെ ആ പുല്ലിങ്ങനെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് നല്ല രസമായിരുന്നു. ഇപ്പം ഫുള്ള് കരിഞ്ഞു. അല്ലെങ്കിലും എല്ലാ ദിവസവും നമുക്ക് മുറ്റത്ത് അങ്ങനെ വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ. ചെടിക്ക് തന്നെ കുറേ വെള്ളം ഒഴിക്കണം. അങ്ങ് തുടങ്ങി ഇങ്ങ് വരെ ചെടിയുണ്ട്. അപ്പോഴത്തേക്കും അവർ ഇതാ ഇവിടെ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഇല പിറക്കി കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്തെ ഇല ഇപ്പം അത്യാവശ്യം നല്ലപോലെ ആയിട്ടുമുണ്ട്. കുറച്ച് നന്നായിട്ട് കരിഞ്ഞു പോയ ഇലകളാണ്. അപ്പോൾ അത് പിറക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അടിച്ച് വാരി കളയാമെന്ന് വിചാരിച്ചു. ആദ്യം അങ്ങനെ കണ്ടപ്പോൾ അധികമുള്ള പോലെ തോന്നിയില്ല കേട്ടോ. പക്ഷെ അടിച്ച് വന്നപ്പോൾ ഈ ഇല അങ്ങ് തീരുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പുറത്തെ സൈഡിലാണ് നല്ല പൊടി ഉണ്ടായിരുന്നു ഗേറ്റിൻ്റെ ഭാഗത്ത്. അപ്പോൾ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. മുറ്റം അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് പൊടിയാണ് സഹിക്കാൻ പറ്റാത്തത്. പൊടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ തുമ്മി മടുക്കും. അതുകൊണ്ട് ഞാൻ പിറക്കി കളഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ. പിന്നെ ആ താഴത്തെ എല്ലാം ഇങ്ങനെ വീട് പൊടിഞ്ഞ് ഭയങ്കരമായിട്ട് ആ ഒരു അവസ്ഥയായപ്പോഴത്തേനാണ് ഞാൻ അടിച്ചത്. ഈ അടിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ തുമ്മാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പൊടി ഭയങ്കര അലർജിയാണ്. പിന്നെ അപ്പം തന്നെ കൂട്ടിയിട്ട് കത്തിച്ചു വിട്ടു. അത് കത്തി തീർന്നിട്ടാണ് ഞാനവിടുന്ന് മാറിയത്. കാരണം ഭയങ്കര ചൂട് സമയമായതുകൊണ്ട് വല്ല തീയോ അങ്ങോട്ടോ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ. പിന്നെ പുല്ലേലിട്ടാണ് ഞാൻ കത്തിച്ചത്. അതുകൊണ്ട് അങ്ങോട്ടും പോകാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ നോക്കി നിന്ന് ഒരു തീപ്പൊരി മതിയല്ലോ അങ്ങോട്ടോ അല്ല ഇലയിലും കയറി പിടിക്കാനായിട്ട്. പിന്നെ പോയിട്ട് വെള്ളം നനയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും തന്നെ നേരെ ഇരുട്ടി. ചെടി ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ നനയ്ക്കും കേട്ടോ. ഇന്ന് പിന്നെ നല്ല തിരക്കായിരുന്നു കൊണ്ട് പിന്നെ വൈകുന്നേരം നനച്ചത്. അപ്പോൾ എൻ്റെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി പിന്നെ പുറത്ത് പോയിട്ട് വന്നു. അപ്പോഴത്തേക്കും ഞാൻ നല്ലൊരു പണി വെച്ച് കൊടുത്തു. കൂർക്ക ചിരണ്ടാനുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല സമയം എടുക്കും, നല്ല ക്ഷമ വേണം. അപ്പോൾ എനിക്ക് കുളിക്കാനും പോകണം. അപ്പോൾ ചേട്ടായി കുളിയൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചേട്ടായോട് കൂർക്ക അരിഞ്ഞോളാൻ പറഞ്ഞു കേട്ടോ. ആളവിടെ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ഈ മല്ലു എക്സ്പ്ലെയിനർ അങ്ങനത്തെ സ്റ്റോറിയൊക്കെ പറയുന്ന യൂട്യൂബ് ചാനലുണ്ടല്ലോ. അങ്ങനെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ചേട്ടായിക്ക്. ഇങ്ങനെ കൊറിയനും ഇംഗ്ലീഷും ഒക്കെ ഇരുന്ന് കാണും. അപ്പോൾ ആളത് കഥ കേട്ടുകൊണ്ടിരുന്ന് കൂർക്ക ചിരണ്ടുന്നുണ്ട്. ഞാൻ അപ്പോഴത്തേനും പിന്നെ പോയിട്ട് ചോറും അടുപ്പത്തിട്ടു. പിന്നെ കുളിക്കാനും പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഫുൾ മൂൺ ഡേ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതും കുറേ നേരം വായി നോക്കി നിന്നു. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു. പിന്നെ ചേട്ടായുടെ കൂടെ കറിക്ക് അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായി കൂർക്ക ചിരണ്ടുന്നുണ്ട്. ഞാൻ പിന്നെ സവോള ഇരുന്ന് അരിയുന്നുണ്ട്. ഒരു 1/4 മണിക്കൂർ മേലെ എടുത്തു കേട്ടോ കൂർക്ക ചിരണ്ടി തീർക്കാനായിട്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്. അത് ആലോചിക്കുമ്പോൾ ഉണ്ടാക്കാതിരിക്കാനും തോന്നത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്ക. അതിൻ്റെ ചുരണ്ടൽ കഴിഞ്ഞപ്പം അടുത്ത വലിയൊരു ടാസ്ക് അത് അരിയാന്നുള്ളത്. അപ്പോൾ ചേട്ടായി പിന്നെയും വീഡിയോ കൊണ്ട് അവിടെ നിന്ന് അരിയുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ കറി വെക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ചേട്ടായി കറി വെച്ചോളാം, എൻ്റെ അടുത്ത് ബാക്കി അരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അരിയുന്ന ഡ്യൂട്ടി അങ്ങോട്ട് ഏറ്റെടുത്തു കേട്ടോ. പാശാൻ തേ കറി വെക്കുന്നുണ്ട്. എനിക്കല്ലെങ്കിലും ചേട്ടായി കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കറി വെക്കുന്നതിലും ചേട്ടായി കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂർക്കക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചിട്ടോ. ഹാളിൽ ആ ഒരു പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഹാളിൽ തുടയ്ക്കാനുള്ള സമയം കിട്ടിയില്ല. ബാക്കി പണിയെല്ലാം ചെയ്ത് തീർത്തപ്പോൾ തന്നെ എൻ്റെ നടുവ് ഒടിഞ്ഞു. പിന്നെ സമയവും പോയി. അപ്പോൾ പിന്നെ ഹാളങ്ങ് ജസ്റ്റ് അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. ഹാള് പിന്നെ എല്ലാ ദിവസവും തുടയ്ക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അതും കൂടി പൂർത്തിയായപ്പം ഏകദേശം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. കാരണം ഭയങ്കര വൃത്തിയായിരിക്കും വീടിന്. അപ്പം എല്ലാ പരിപാടിയും തീർന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ റൂം ക്ലീൻ ആക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റൂമിൽ ചുക്കരി അടിക്കാൻ, ബാത്റൂം ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അത് പിന്നെ ഞാൻ അത്യാവശ്യം എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇന്ന് വന്നില്ല. അപ്പോൾ ഇന്ന് അതുപോലെ സമയവും കിട്ടിയില്ല. അപ്പം ചേട്ടായി അപ്പോഴത്തേനും കറിയൊക്കെ റെഡിയാക്കി കറി കൂട്ടി മുട്ടയും പൊരിച്ചിട്ട് ചോറ് കഴിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.